ഡോക്ടർ MBBS കഴിഞ്ഞതിന് ശേഷം ഒരു ക്യാൻസർ സർജൻ ആവാനുള്ള തീരുമാനം എന്തുകൊണ്ടായിരുന്നു? പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഒരു ക്യാൻസർ സർജൻ ആയത്, സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആയത്. അവർ ചോദിക്കുന്നത് ആ ഒരു ക്യാൻസർ സർജറിയിലുള്ളൊരു നെഗറ്റീവ് വശം നോക്കിയിട്ടാണ്. ഇപ്പോൾ ക്യാൻസർ സർജറി പറയുമ്പോൾ ഒന്ന് ഭയങ്കര വലിയ സർജറികളാണ്, ലോങ് പ്രൊസീജിയറാണ്, കുറേ സമയം ഇരുന്ന് ചെയ്യണം, ഒരുപാട് ലേറ്റായിട്ടൊക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അപ്പം ഹോസ്പിറ്റലിൽ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യത ഉള്ളതാണ്. അപ്പം അങ്ങനെ ഒരു സർജറി എന്തിനു ചൂസ് ചെയ്തു എന്നുള്ളത്. രണ്ടാമത്തത് ഈ ഓങ്കോളജി എന്ന് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഇതാണ്, എപ്പോഴും വിഷമങ്ങൾ, എപ്പോഴും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ. അപ്പം ആളുകളുടെ വിഷമങ്ങൾ മാത്രം കാണുന്ന ഒരു ഫീൽഡ് എന്തിനു ചൂസ് ചെയ്തു? വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് രണ്ടിന് വേറൊരു വശമുണ്ട്. ഒന്ന്, ആസ് എ സർജൻ, സർജറി എൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള, ഏറ്റവും വലിയ, ഏറ്റവും ടഫായിട്ടുള്ള സർജറി ചെയ്യണം എന്ന് ആഗ്രഹം. അപ്പോൾ അതിൻ്റെതായ ട്രെയിനിങ്ങും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ വേണം, അതിൻ്റെതായ സ്കില്ലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്താ പറയുക, ആ വഴി, ആ പാത്ത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ബട്ട് അതായിരുന്നു നമ്മുടെ പാഷൻ. ഒന്നത്, അപ്പം ആ ഒരു സർജറി ചെയ്യാൻ വേണ്ടിയാണ്, ചലഞ്ചിങ് സർജറി ചെയ്യാൻ വേണ്ടിയാണ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആയത്. രണ്ടാമത്തത്, ഈ ക്യാൻസറിന് ഈ ഒരു നെഗറ്റീവിൻ്റെ അതല്ലാണ്ട് വേറൊരു ഫേസ് ഉണ്ട്. ഈ ഒരു ക്യാൻസർ ഡയഗ്നോസ് ആയിട്ട് വരുന്ന ഒരാൾ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എനിക്കൊരു ലൈഫില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് അവർ വരുന്നത്. അവർക്ക് കിട്ടുന്ന ഇൻപുട്ട് അങ്ങനെയാണ്. അവർ വന്നിട്ട് നമ്മളെ അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിച്ചതിന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അസുഖമൊക്കെ മാറുമ്പോൾ ഉള്ള അവരുടെ ഒരു ഫീലുണ്ട്. അതായത് പുതിയൊരു ലൈഫ് കിട്ടിയതുപോലെ തന്നെയാണ് എല്ലാ ആളുകളുടെയും ഒരു ഫീല്. അപ്പം നമ്മൾ കൊടുത്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് വന്ന ഒരാൾ എല്ലാം ശരിയായി ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലുണ്ട്. അതൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കിട്ടുന്ന ഞാൻ പറയാം, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കരിയറാണ് അത് താല്പര്യമുള്ള ഒരാൾക്ക് ഈ സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്.